പോയിട്ട് വന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ കാണുന്ന ടോപ്പിലാണ്. ഇവിടെയാണ് ഞങ്ങളിപ്പോൾ പോയിട്ട് ഇതുവഴി ഇറങ്ങി ഇതിലെ കറങ്ങിത്തിരിഞ്ഞ് ഇങ്ങനെ വന്നത്. ഇപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പീക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആണ്. ഇതാണ് ഞങ്ങൾ താമസിച്ച കോട്ടേജും അതിൻ്റെ പരിസര പ്രദേശം. നല്ല അടിപൊളി ഒരു ഫാം ഹൗസ്, ഒരു ഫാമിലി റൺ ചെയ്യുന്നൊരു ഫാം ഹൗസും അതിൽ തന്നെ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റേയുമാണ്. നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന നല്ലൊരു ഫാം ഹൗസ്. ഏക്കർ കണക്കിന് സ്ഥലമാണ്. അവിടെ ഈ കാണുന്ന രീതിയിലുള്ള നിരവധി പക്ഷികളും ആടും കോഴിയും പശുവും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കഴുത, നമ്മൾ കണ്ടിട്ടില്ലാത്ത സൈസ് പലവിധ ജീവികളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പം അവിടുത്തെ സ്റ്റേക്ക് ശേഷം ഞങ്ങൾ ഇന്നത്തെ രണ്ടാമത്തെ ദിവസത്തെ പീക്ക് ഡിസ്ട്രിക്റ്റിൽ യാത്ര ആരംഭിക്കുകയാണ്. ഞങ്ങൾ താമസിച്ച ഈ സ്ഥലം ശരിക്കും ഒരു വില്ലേജ് ഏരിയയാണ്. വില്ലേജ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് കൺട്രി സൈഡ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു നല്ല ഗ്രാമപ്രദേശം. കുന്നുകളും മലനിരകളും താഴ്വാരങ്ങളും ഒക്കെ ആയിട്ട് കൂടുതലും ഇവിടെ ഫാം ഹൗസുകളാണ്. കുറേ ഫാം ഹൗസുകളും കുറച്ച് ഏരിയയിൽ കുറച്ച് ഒറ്റപ്പെട്ട വീടുകളും, അത് കഴിഞ്ഞ് പിന്നെ ഒരു 3-4 ഡാം റിസർവോയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല മനോഹരമായ ഒരു സ്ഥലം. നല്ല ക്ലീൻ വാട്ടറായിട്ടുള്ള ഇന്നത്തെ ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗഡെയിൽ, സ്റ്റെപ്പിംഗ് സ്റ്റോൺ അങ്ങനെയെല്ലാം അറിയപ്പെടുന്ന 2-3 സ്ഥലങ്ങളും അതിൻ്റെ പരിസരത്തുള്ള ഒരു വലിയ മലയുടെ മുകളിൽ കയറുക. ഇതൊക്കെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. നല്ല ഒന്നാന്തരം ക്ലൈമറ്റും അടിപൊളി വെയിലും നല്ല തണുപ്പും ഉണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ ഒരു ട്രക്കിംഗ് അയക്കാന്ന് വെച്ചു. അങ്ങനെ ഒരു ട്രക്കിംഗ് പരിപാടിക്ക് പോകണം. അങ്ങനെ മലയുടെ മുകളിലേക്ക് നടന്നു കയറുവാണ്. അടിപൊളി സ്ഥലവും അടിപൊളി ബാക്ക്ഗ്രൗണ്ട്. എവിടെ തിരിഞ്ഞാലും സൂപ്പർ സീനറി. നല്ല സ്റ്റെപ്പുകളൊന്നും ഒഴിവാക്കി നമ്മൾ വഴിയില്ലാത്തടത്തോടെ നമ്മൾ കയറി പോകുന്നത്. അതൊക്കെ പോകും. നമ്മളേറ്റവും 10-500 അടി കയറി പോകുന്നില്ല. ഇതിലേ വഴി കിടക്കണം കേട്ടോ. ഈ കാണാറുണ്ട് വഴി. നമ്മൾ ഈ കുറുക്ക് വഴികൾ കയറി പോകുന്നു. ടോപ്പിലെത്തി. ഇല്ലാതെ കാറ്റും കൂടെ കുഴപ്പമില്ല. അതേ പോണോ ടോപ്പിലെത്തി. അങ്ങനെ മലയുടെ പകുതി ദൂരം ഞങ്ങൾ കയറി. ഞാൻ ഈ മാർക്ക് ചെയ്ത് കാണിക്കുന്ന ഈ സ്ഥലമാണ് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചത്. ഞങ്ങൾക്ക് ഈ മല കയറി ഇറങ്ങി അവിടെയാണ് ചെല്ലേണ്ടത്. അതാണ് സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്ന് പറയുന്ന സ്ഥലം. അതായത് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ കാണിക്കുന്ന വീഡിയോയിൽ ഈ കാണുന്ന സ്ഥലത്തിൻ്റെ ഏറ്റവും ടോപ്പ് ഭാഗത്തിൻ്റെ പകുതി ഞങ്ങൾ കയറി. ഈ ടോപ്പിലാണ് ഞങ്ങൾ കയറാൻ പോകുന്നത്. അങ്ങനെ ഏറ്റവും ടോപ്പിൽ കയറിയിട്ട് കാണുന്ന കാഴ്ച ഇതല്ലാട്ട ടോപ്പ്. കുറച്ചുകൂടെ മുകളിൽ കയറാനുണ്ട്. ഇവിടെ ഈ സീൻ കണ്ടപ്പോൾ ഇവിടെ ഒന്ന് ഷൂട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. നല്ല
ഹൈയസ്റ്റ് ഏരിയയിലാണ് ഞങ്ങൾ നിൽക്കണേ. അങ്ങനെ ഞങ്ങളതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഏകദേശം 1000 അടിയാണ് ഈ മലയുടെ ഹൈറ്റ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ കയറിയ താഴെ നിന്ന് മുകളിലേക്ക് 1000 അടി ഹൈറ്റിലാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത്. ഒരു മരമോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു പ്രത്യേക സൈസ് ഒരു ഭൂമിയാണ് അവിടുത്തെ. 300 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇത് കടലിനടിയിലായിരുന്നു എന്നൊക്കെയാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ടോപ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അവിടെ നിന്നുള്ളൊരു 360 ഡിഗ്രി വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. എന്താണല്ലോ ഏകദേശം ഒരു അരമണിക്കൂറോളം അതിൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്ത് അതിലേക്ക് ഒന്ന് നടന്ന് അതിൻ്റെ എല്ലാ സൈഡിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങാൻ തീരുമാനിച്ചു. തിരിച്ച് താഴേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. നമ്മൾ കയറിയ സൈഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇറങ്ങി താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴാണ് ഡൗഡെയിൽ, സ്റ്റെപ്പിംഗ് സ്റ്റോൺ തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ കാണാനുള്ളത്. അതും ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആണ്. ആ മലയുടെ മുകളിൽ നിന്നുള്ള ഒരു ടൈം ലാപ്സ് വീഡിയോ ആണ്. നല്ല രസമാണ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ നിന്ന് കാണുമ്പോൾ. നമുക്കിങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണാൻ പറ്റും മേഘങ്ങളിങ്ങനെ തലയ്ക്ക് മുകളിലൂടെ പോകുന്നതും, മേഘം വന്ന് മൂടുമ്പോൾ നമുക്ക് മുകളിൽ ഇങ്ങനെ നിഴൽ വരുന്നതും, അത് കഴിഞ്ഞ് വീണ്ടും വെയിൽ തെളിഞ്ഞ് വരുന്നതും, അതിങ്ങനെ ഓരോ മിനിറ്റും 2 മിനിറ്റും ഇടവിട്ടൊക്കെ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഈ പുല്ലും പുറത്തോടെ ഇറങ്ങിപ്പോയാൽ ഒരു കുഴപ്പമില്ല. എടീ ദിനു, അവിടെ നിന്ന് മാറി കിടന്നാ ഇപ്പം അവ ചർലിക്കടച്ചോട്ടും കൂടെ പഠിക്കുന്നത് കണ്ടോ? അങ്ങനെ അതിൻ്റെ മുകളിൽ ഞങ്ങൾ ഇറങ്ങി തന്നെ ഇതിലിങ്ങനെ ഇറങ്ങി 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 ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഉറവാനല്ലേ ഐസ് വാട്ടർ കേട്ടോ, കോരി കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല തോന്നുന്നു. റെഡി ചെയ്ത് വരുന്ന വെള്ളം. ഇത് മറ്റേ സ്ലേറ്റ്
ഇളകിയിട്ടേ കല്ലല്ലേ. സ്റ്റെപ്പിംഗ് സ്റ്റോണിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ നടന്ന്. ഇവിടുത്തെ ഒരു ഫേമസ് ഡെസ്റ്റിനേഷനാണ്. മീൻസ് ഇവർക്ക് ഒരു ഫേമസും ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള സംഭവമായിട്ടാണ് ഇവർ പറയണത്. സ്റ്റെപ്പിംഗ് സ്റ്റോൺസ്, അതായത് ആ കാണുന്ന കല്ലുകൾ പുഴയ്ക്ക് നടുക്കവിടെ ഇട്ടേക്കുവാണ് ഈ ചെറിയ റിവർ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് മുകളിൽ കൂടെ കാണുന്നതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ക്രോസ് ചെയ്ത ആൾക്കാർ നടന്നു പോകും. അത് വേറെ ഒത്തിരി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇട്ടേക്കണ കല്ലാട്ടോ. ഇപ്പോൾ അടുത്ത കാലത്തൊന്നും ഇട്ടതല്ല, ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇട്ടാർന്ന കല്ലാണത്. ഞങ്ങളിപ്പോൾ പോയിട്ട് വന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ കാണുന്ന ടോപ്പിലാണ്. ഇവിടെയാണ് ഞങ്ങളിപ്പോൾ പോയിട്ട് ഈ വഴി ഇറങ്ങി ഇതിലെ കറങ്ങിത്തിരിഞ്ഞ് ഇങ്ങനെ വന്നത്. ഒരു കല്ല് ഇളകിയിട്ടുണ്ട്, അതൊന്ന് നോക്കണം. ആ കല്ല ഏതോ ഒരു കല്ല് ഇളകിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ബോർഡ് വെച്ചേക്കണം. കരി കൈവിട്ട് ഇനി അവിടെ നടന്നു നോക്കട്ടെ. ധൈര്യമുണ്ട് നോക്കട്ടെ. നോക്കോ അങ്ങ് പോട്ടെ, ധൈര്യമായിട്ട് നോക്കോ. അങ്ങനെ ഞങ്ങളും സ്റ്റെപ്പിംഗ് സ്റ്റോൺ ക്രോസ് ചെയ്തു. ഇവരത് അഡ്വഞ്ചർ ആക്ടിവിറ്റി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതിനെ പുച്ഛിക്കുമല്ല, നമുക്കതൊരു അഡ്വഞ്ചറായിട്ട് തോന്നിയില്ല. എന്നാലും ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. നല്ല മനോഹരമായി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിടക്കുന്ന സ്ഥലം. യാതൊരുവിധ വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ മല ഇറങ്ങിയിട്ട് അതിൻ്റെ താഴ്വാരത്തോടെ ഇറക്കണം. അത് എവിടെയാണ് നമ്മൾ പോയത് അല്ലേ? ഇത് കാണുന്ന ടോപ്പിൽ ഇത് അതിനകത്ത് നമ്മൾ പോയത് കറക്റ്റ്. ഇപ്പോൾ നമ്മൾ നടക്കുന്നത് അങ്ങ് മലയുടെ മുകളിൽ നിന്ന് നമ്മൾ നോക്കിയപ്പോൾ കണ്ട ആ പുഴയും ആ പുഴയുടെ സൈഡിലുള്ള വഴിയിലൂടെയാണ് ഈ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ. അങ്ങനെ കണ്ണിനും മനസ്സിനും കുളിർമ നൽകിയ പീക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ കാഴ്ചകൾ അവസാനിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയാണ്. നല്ല മനോഹരമായൊരു സ്ഥലം, നല്ല മനോഹരമായി തന്നെ അതിനെ സംരക്ഷിച്ചിരിക്കുന്നു. ഇനിയും എൻ്റെ യാത്രകളിലെ കാഴ്ചകൾ കാണാനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.